അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ മുറി ചെറുനാരങ്ങ. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ഇത് പിഴിഞ്ഞിട്ട് ഒരമുറി മതി. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ ഇടുമ്പോൾ തന്നെ അതിൻ്റെ വർക്കിംഗ് കാണുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കണ്ടില്ലേ, ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ആക്കി ഉണ്ടാക്കാൻ. ഇതേപോലത്തെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് വേണം മുക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇത് നല്ല വൃത്തിക്ക് തുളച്ചെടുത്താൽ മതി. നല്ലതാണ്, നല്ല നീറ്റായി കിട്ടുകയും ചെയ്യും. കാണുന്നില്ലേ, അതിൽ വന്ന ചളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 1.5 വൃത്തിയാക്കിനി. എന്നിട്ട് ഈ ചളി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചക്ക് ഫ്രിഡ്ജ് വ്യത്യാസമായിട്ട് പരമാവധി ആക്കിയാൽ നമ്മൾ കറണ്ടിൽ നിന്നും സ്മെല്ലിൽ നിന്നും എല്ലാം ഇത് മാറ്റം വരും. എന്നിട്ട് ഇതാ നോക്കുക, ഇത് കണ്ട, നിങ്ങൾ ചളിയിൽ നോക്കിയതാ, ശരിക്കും നോക്കി കണ്ട, ചളിയെല്ലാം കണ്ട, ഇതെല്ലാം ഈ ശരിക്കും ഇതാ ഇതിനെ കൊണ്ട് ഇതാ ഈ കറുപ്പ് ഇതെല്ലാം പോയി കാണുന്നില്ല. ഓക്കെ, ഇതെല്ലാം മൊത്തത്തിൽ വൃത്തിക്ക് തുളച്ചെടുത്താൽ നമ്മളെ ഫ്രിഡ്ജിലെ തണുപ്പിൽ അങ്ങനത്തെ നിൽക്കുകയും ചെയ്യും. എയർ ഔട്ടായിട്ട് പോകുന്നില്ലാണ്ടാവും. അതുപോലെ ഫുൾ ചളി നല്ലോണം മാറിക്കിട്ടും. നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയായ സമയത്തല്ലോ അറ്റ്ലീസ്റ്റ് ഇത് വൃത്തിയായി ചെയ്തിരിക്കണം.